പോവാണ്. നിങ്ങള് ഓക്കെ പ്രസന്റ് അടിച്ചേ. ചാറ്റ് റൂമിൽ കയറി എല്ലാവരും പ്രസന്റ് അടിച്ചാലേ നിങ്ങൾക്ക് ഹാജര് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ എല്ലാവരും ആയോ മക്കളെ? അലൻ അവിടെ ഇരുന്നേ മോനെ, അവിടെ സീറ്റിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നേ. ഓക്കെ ജോമൽ ആൻഡ് ജുവൽ. സിദ്ധാന്ത് കൃഷ്ണ, സിദ്ധാന്ത് രാവിലെ കയറിയിരുന്നോ? ഓക്കെ റെഡി, ലെറ്റ് us start. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ലായിരുന്നോ? ഇതാരാണ്? ഷഹുമ തല തിരിഞ്ഞിരിക്കുന്നത്. നേരെ ഇരിക്കാം. എക്സാം ടഫ് ആയിരുന്നോ ഈസി ആയിരുന്നോ? കൈ കാണിച്ചാൽ മതി. ഈസി ആണെങ്കിൽ കൈ കാണിച്ചു. വെരി ഗുഡ്. സിദ്ധാന്ത് കൃഷ്ണ, എഡ്വിൻ, അലൻ, ടൈറ്റസ്. ഓക്കെ ഗുഡ്. മുഹമ്മദ് ഷാൻ, ആവണി മഹേഷിന് എളുപ്പമായിരുന്നു. പിന്നെ ഓക്കെ ഷഹുമ മോളെ ഇത് ശരിക്ക് വെച്ചേ. മോളെ തലതിരിഞ്ഞാ ഇവിടെ കാണുന്നത്. ഓക്കെ എറിക്, എന്താ ഭക്ഷണം കഴിച്ചോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്ത് പറ്റിയേ? ആരോ അവിടെ സങ്കടപ്പെട്ട മുഖം കണ്ടില്ല. ആരുടെയാ? കാണുന്നില്ലല്ലോ. ആരും ടോഷിന് പിന്നെ ഭക്ഷണം കഴിച്ചില്ല? സാര നമുക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ കഴിക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ഉടനെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം വേഗം പോയി കഴിക്കാം അല്ലേ? വേഗം കഴിച്ചൂടെ? അമ്മ എല്ലാം ഭക്ഷണം റെഡിയാക്കി കാത്തിരിപ്പുണ്ടാവും. മക്കളെ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. അതിന് പോയ ശേഷം ഓടിപ്പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഓക്കെ അല്ലേ എറിക്ക്? എറിക്ക് എന്തോ കാര്യമായിട്ട് പ്രാർത്ഥന ചൊല്ലുവാണോ? അല്ലേ? ഓക്കെ ഗുഡ്. എഡ്വിൻ എന്ത് പറയുന്നു? ഓക്കെ ലെറ്റ് us start. ന്യൂ ലെസൺ പ്ലാന്റ്സ് ലിവിങ് ആൻഡ് സർവൈവിങ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മളുടെ സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ. പേജ് നമ്പർ 138, ചാപ്റ്റർ 2. ഏത് ചാപ്റ്റർ മക്കളെ? ചാപ്റ്റർ 2. ഒന്നാമത്തെ പാഠത്തിന്റെ നമ്മുടെ പാഠം കഴിഞ്ഞു, റിവിഷനും കഴിഞ്ഞു, പരീക്ഷയും കഴിഞ്ഞു. രണ്ടാമത്തെ പാഠത്തിലേക്ക് പഠിക്കാം. റിലു പഠിക്കൂടെ? പഠിക്കത്തില്ലേ? ഗുഡ്. അവള് മിടിക്ക റെഡി ആയിട്ടിരിപ്പുണ്ട്. ഷാഹുമേ എന്താ ഇത്ര ആലോചന? രണ്ടാമത്തെ പാഠം പഠിക്കണം എന്ന് ഓർത്തിട്ടാ? ഈസിയാ കേട്ടോ. ഷഹുമാവി സ്റ്റക്കായി പോയിട്ടുണ്ട്. ഓക്കെ ഏഞ്ചൽ റെഡി അല്ലേ? സോ നോക്കാം. പേജ് നമ്പർ 138. 138. എന്താ മുഹമ്മദേ കൈ ഉയർത്തി നിൽക്കുന്നേ? കിട്ടിയില്ലേ പേ? 1 സെക്കൻഡ്. ഇനി മ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. രാവിലത്തെ ക്ലാസ് ഇല്ല. എന്താ മോനെ? രാവിലത്തെ ക്ലാസ് രാവിലത്തെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞില്ലേ?
ഒന്ന് പേന തരാമോ? എന്തുകൊണ്ട് പറ്റിയ ക്ലാസ്സിൽ കയറാൻ പറ്റാഞ്ഞേ? ചേച്ചിക്ക് 10ാം ക്ലാസ്സിൽ ക്ലാസ് ഉണ്ടെന്നോ? എന്നാ ഒരു കാര്യം ചെയ്യാം, മിസ് നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ എക്സാം ഇട്ടിരുന്നേ, അതിന്റെ PDF അയച്ചു തരാം. അതിന്റെ ആൻസർ എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യണം കേട്ടോ, ഫോട്ടോ എടുത്തിട്ട്. MS ബുക്കിൽ, നമ്മുടെ മോറൽ സയൻസിന്റെ ബുക്കിൽ. ഓക്കെ, ആ ശരി, ഓക്കെ ചെയ്തേക്കണം. ഓക്കെ, ദെൻ plants grow on mountain slopes, on ocean bed, in desert and in river valleys. In fact, they grow almost everywhere. Once again, same page, same paragraph. Plants grow on mountain slopes, on ocean beds, in deserts and in river valleys. In fact, they grow almost everywhere. In this lesson, we are discussing about, we are going to learn more about plants. Okay, നമ്മൾ സസ്യങ്ങളെ കുറിച്ചാണ്, ചെടികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഇനി നമ്മൾ ഈ ചെടികൾ എവിടെയൊക്കെയാണ് വളരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ എല്ലാം മരങ്ങളുണ്ടല്ലേ? നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കേ, എല്ലാ സ്ഥലത്തും മരങ്ങളില്ലേ? അല്ലേ? എല്ലാ സ്ഥലത്തും മരങ്ങളും ചെടികളും ഉണ്ട്. നമ്മൾ പറയും ഈവൻ മരുഭൂമിയിൽ പോലും നമുക്ക് ചെടികളെയും പ്ലാന്റ്സിനെ കാണാൻ പറ്റും അല്ലേ? അവർക്ക് അവിടെ ജീവിക്കേണ്ട അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു പ്ലാന്റ്സ് ഗ്രോ ഓൺ മൗണ്ടൻ സ്ലോപ്സ്, കുന്നുകളുടെ ചെരുവില്. നമ്മുടെ ഇവിടെയൊക്കെ ഹില്ലി ഏരിയ ആയതുകൊണ്ട് നമുക്കത് വേഗം മനസ്സിലാവും അല്ലെ? മൗണ്ടൻ സ്ലോപ്സ്, ഓൺ ഓഷ്യൻ ബെഡ്, സമുദ്രത്തിന്റെ തീരത്ത്, ഇൻ ഡിസേർട്ട്, മരുഭൂമികളിൽ, ആൻഡ് ഇൻ റിവർ വാലീസ്. ഇൻ ഫാക്ട് ദേ ഗ്രോ ഓൾമോസ്റ്റ് എവരിവെയർ, എല്ലായിടത്തും തന്നെ ചെടികൾ വളരുന്നുണ്ട്. അത് അതിൻ്റെതായ പ്രത്യേകതകളോടുകൂടിയാണ് വളരുന്നത്. കാരണം മൗണ്ടൻ വാലീസിലുള്ള നമ്മുടെ മൗണ്ടൻ സ്ലോപ്പിൽ നിൽക്കുന്ന ചെടികളെ കൊണ്ട് ഓഷൻ ബെഡിൽ വളർത്തിയാൽ അവരവിടെ നന്നായി വരാൻ ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് നന്നായി വരില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇനി plants differ from each other depending on surrounding where they grow. Underline that sentence, where they grow. എവിടെയാണോ അവർ വളരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെടികളെ തരംതിരിച്ചിരിക്കുന്നത്. ഓരോ ചെടിയും അത് വളരുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ഗ്രൂപ്പ് തിരിക്കുന്നുണ്ട്. Okay, then first one is terrestrial plants. എന്താ മക്കളെ terrestrial plants? Now listen. The word terrestrial means living on land. Underline that word, living on land. Pencil ile kaile, living on land. The word terrestrial means living on land. Okay, living on land. Plants that grow on land are called terrestrial plants. അല്ലേ? നമ്മുടെ കരയിൽ നമ്മുടെ സാധാരണ ഇവിടെയൊക്കെ കാണുന്ന ചെടികളെയാണ് നമ്മൾ പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അജിസൽ അടങ്ങിയിരുന്നേ മോനെ ക്ലാസ്സില്? ഓക്കെ, ദാറ്റ് ഈസ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. The word terrestrial means living on land. Plants that grow on land are called terrestrial plants. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. Plants that grow on land are called terrestrial plants. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ആർക്കാണ്? സിദ്ധാന്ത് കൃഷ്ണയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല? മോനെ ഇവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, So
ഇതെന്താ കൃഷ്ണ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിക്കേ. വേറെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ആ ഓക്കെ ഓക്കെ. ജോമൽ ജുവൽ കേൾക്കാൻ പറ്റുന്നില്ലേ മക്കളെ? ആ ഗുഡ് ഗുഡ്. ഓക്കെ. ദെൻ നമ്മൾ പഠിച്ചത് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. ഇൻ ഹില്ലി ഏരിയാസ് വേർ ഇറ്റ് ഈസ് generally cold, trees are tall and straight. Trees are in hilly areas, പർവ്വത പ്രദേശങ്ങളിൽ. വേർ ഇറ്റ് ഈസ് ജനറലി കോൾഡ്, സാധാരണ അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. പർവ്വത പ്രദേശങ്ങളില് തണുപ്പ് കൂടുതൽ അല്ലെ? റിലു അവിടെ എന്താ ഇപ്പൊ എഴുതുന്നേ? ഒന്നും എഴുതണ്ട, ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സിമ്പിൾ ആണ്, വളരെ എളുപ്പമുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാവും. ഇൻ ഹില്ലി ഏരിയാസ് വേർ ഇറ്റ് ഈസ് ജനറലി കോൾഡ്, ട്രീസ് ആർ ടോൾ ആൻഡ് സ്ട്രെയിറ്റ്. നല്ല ഉയരമുണ്ടാവും, ഒറ്റ തടിയായിട്ട് അങ്ങ് വളർന്നു പോകും. ബ്രാഞ്ചസ് അവർക്ക് കുറവായിരിക്കും, കാരണം അവിടെ തണുപ്പുള്ള സ്ഥലമാണ്. അവർക്ക് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പെട്ടെന്ന് ഇങ്ങനെ ഉയരം വെച്ച് പോന്നേ. നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ നടുകയാണെങ്കിലും മതിലിനോട് ചേർന്നൊക്കെ ഇതാണെങ്കിൽ അവർക്ക് സൂര്യപ്രകാശം കിട്ടുന്നത് കുറവായിരിക്കും. അലൻ മാത്യു എവിടെ പോയി? അപ്പൊ അവര് സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടി ആ മതിലിനെ ഓവർടേക്ക് ചെയ്തു, അതിനേക്കാൾ ഉയരത്തിൽ വളരാൻ വേണ്ടി അവർ വേഗം വളർന്നു പോകും. അപ്പോൾ പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് അവര് സ്ട്രെയിറ്റ് ആയിട്ട് വളരും. അതുകൊണ്ടാണ് സാധാരണ ഹില്ലി ഏരിയ, അതായത് കുന്നും പ്രദേശത്തെ മരങ്ങള് നല്ല ഉയരത്തില്, ബ്രാഞ്ചസ് ഒന്നും അധികം ഇല്ലാണ്ട് അങ്ങ് വേഗം ഉയരത്തിൽ വളർന്നു പോകുന്നു. കാരണം ആ സാഹചര്യത്തില് ആ ട്രീക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ. ദിസ് ട്രീസ് ഹാവ് നീഡിൽ ലൈക്ക് ലീവ്സ്. നമ്മുടെ ഇവിടെയുള്ള എന്താണ് വലിയ ഇലയുള്ള നമ്മുടെ തേക്കിന്റെ ഒക്കെ ഇലയൊക്കെ നോക്കിക്കേ, അതൊക്കെ വലുത ഇലകളാണല്ലേ? ഹില്ലി ഏരിയയിലാണ്. എന്നാലും നമ്മളെക്കാളും കുറെ കൂടെ ഉയരമുള്ള പ്രദേശങ്ങൾക്ക്, അതല്ല ഈ എവറസ്റ്റിന്റെ സൈഡിലൊക്കെ ഉള്ള മരങ്ങളെയാണ് കൂടുതലായിട്ട് ഉപദേശിച്ചത്. നമ്മുടെ അത്രയൊന്നും പ്രശ്നമില്ല, ഹില്ലി ഏരിയ ആണെങ്കിലും അധികം ഉയരത്തിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. എന്നല്ലേ അവർക്ക് നീഡിൽ ലൈക്ക് ലീവ്സ് ആയിരിക്കും. എന്തുപോലെയാണ്? സൂചി പോലെയുള്ള ഇലകളായിരിക്കും. അവർക്ക് എന്താണ്? സൂചി പോലുള്ള ഇലകളായിരിക്കും. എന്തിനായിരിക്കും അതൊക്കെ? ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഓരോ അഡാപ്റ്റേഷൻസ് ഓരോ ചെടികൾക്കുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലവേഴ്സ് ദിസ് ട്രീസ് ബിയർ കോൺസ്. സാധാരണ നമ്മുടെ ഇവിടുത്തെ ചെടികൾക്കൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും അല്ലേ? നല്ല പൂക്കൾ ഉണ്ടാവൂലേ? റിലു ഇവിടെ ശ്രദ്ധിച്ചേ, ടീച്ചറെ ശ്രദ്ധിച്ചേ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണ്ട, അവിടെ ആരെയും പോയിക്കോട്ടെ, സാരമില്ല. അപ്പോൾ ചെടികൾക്ക് സാധാരണ നല്ല പൂക്കൾ ഉണ്ടാവും ഇവിടെ അല്ലേ? എന്നാൽ ഈ ഹില്ലി ഏരിയാസിലുള്ള ചെടികളുടെ അവർക്ക് സാധാരണ കോൺസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോൺസ് ഉള്ള ചെടികൾ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ കാറ്റാടി മരം എന്ന് പറയുന്നതിന് ചെറിയ കോണല്ലേ ഉള്ളത്, അതിന്റെ സീഡ് ഇതൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ അതിന് പൂവിന് പോരം നല്ല കോൺസ് ആയിട്ടുള്ള ഇതാണ് അവർക്കുണ്ടാവുന്നത്. ദ പൈൻ, ദ ഫിർ ആൻഡ് സിഡാർ ഓർ ഡിയോഡാർ ആർ സം സച്ച് ട്രീസ്. നമ്മുടെ ദേവദാരു എന്നൊക്കെ പറയുന്ന സാധാരണ ഈ ഹിമാലയ പ്രദേശത്തിനടുത്ത്, അവിടെ വലിയ ഹില്ലി ഏരിയാസ് ആണ്, അവിടെയുള്ള മരങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉള്ളത്. അല്ലെ സ്പ്രൗസി ട്രീസ് ആർ ഫൗണ്ട് ഇൻ വെരി കോൾഡ്. സ്പ്രൗസി ട്രീസ് പറഞ്ഞാൽ പ്രത്യേക ചെടികളാണ്. അപ്പൊ അത് അതും വളരുന്നത് വളരെ തണുപ്പുള്ള സ്ഥലത്താണ്. നിത എവിടെ പോയി? കാണുന്നില്ലല്ലോ. ബെനീറ്റ വീഡിയോ ഓൺ ചെയ്തേ. ഗുഡ്. നിത വീഡിയോ ഓൺ ചെയ്ത മോളെ. ജോമൽ ആൻഡ് ജുവലിൽ ഒരാളെ എനിക്ക് കാണത്തുള്ളൂ. ജോമലാണോ ജുവലാണോ? ഒരാളുടെ തല മാത്രമേ കാണത്തുള്ളൂ, മറ്റേ ആളെ കാണാൻ. അടുത്തിരുന്നേ രണ്ടുപേരും കൂടെ. ഓക്കെ. Then in plains trees have lots of branches. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇനി ഹില്ലി ഏരിയാസില് നീളം കൂടി അങ്ങ് ഉയരം വെച്ച് അങ്ങ് ചെടികൾ പോകും. അവർക്ക് നേരത്തെ സൂചി പോലത്തെ ഇലകളായിരിക്കും. പക്ഷെ ഇൻ പ്ലെയിൻസ് ട്രീസ് ഹാവ് ലോട്ട്സ് ഓഫ് ബ്രാഞ്ചസ്. ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ബനിയൻ ട്രീ ഒക്കെ നിൽക്കുന്ന കണ്ടില്ലേ? എന്തേരം ബ്രാഞ്ചസും കൊണ്ടാണ്. അവരുടെ സപ്പോർട്ട് റൂട്ട് താഴോട്ട് പോകുന്നു. മാംഗോ ട്രീ അല്ലേ? ഇതൊക്കെ ഇഷ്ടം പോലെ. ഷഹ്മ, നമുക്ക് പിന്നീട് പെൻസിൽ ഷാർപ്പൻ ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ
plain valleys, trees have lots of branches. These trees can bear the heat but shed their leaves during winter. Mango, sheham, peepal, banyan and sal are some such trees. ഇനി അത് ഇല കൊഴിക്കും മരങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എന്തിനു വേണ്ടി ആയിരിക്കും ചെടികൾ വിന്റർ സമയത്ത് ഇലകൾ കൊഴിക്കുന്നത്? കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും വിന്ററില് ഇലകൾ കൊഴിച്ച്? നമ്മൾ കണ്ടില്ല പല മരങ്ങളും. എന്തിനാണെന്ന് കണ്ടുപിടിച്ചിട്ട് ടീച്ചർക്ക് ഉത്തരം അയച്ചു തരാമോ? എന്തിനാണ് ചെടികളെ ഇല കൊഴിക്കുന്നത്? നിങ്ങൾക്ക് ചെറിയൊരു സയൻസ് അല്ലേ പഠിക്കുന്നത് നമ്മള്? ഓക്കെ ഓക്കെ. അപ്പൊ ഇൻ പ്ലെയിൻസ് ട്രീസ് ഹാവ് ലോട്ട്സ് ഓഫ് ബ്രാഞ്ചസ്. ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ടാവും. നല്ല പടർന്നു പന്തലിച്ചങ്ങ് തല ഉയർത്തി അവര് തന്നിരിക്കും, പടർന്നു പന്തലിച്ചിട്ട്. ദിസ് ട്രീസ് ക്യാൻ ബിയർ ഹീറ്റ്. അവർക്ക് ചൂട് നന്നായി സഹിക്കാൻ പറ്റും. ബട്ട് ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിങ് വിന്റർ. മാംഗോ, ഷെഹാം, പീപ്പൽ, ബനിയൻ ആൻഡ് സാൽ ആർ സം സച്ച് ട്രീസ്. അതിന് ഉദാഹരണമാണെന്ന് പറയുന്നത്. ഇൻ ഹോട്ട് ആൻഡ് ഡാംപ് ഏരിയാസ്, ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതയെ കുറിച്ചായി പറയുന്നത് കേട്ടോ. ഓരോ മരങ്ങളും ഓരോ സറൗണ്ടിങ്സിനനുസരിച്ച് ജീവിക്കുമ്പോൾ ആ കുറച്ച് ട്രീസിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഇൻ ഹോട്ട് ആൻഡ് ഡാംപ് ഏരിയാസ് ട്രീസ് ഹാവ് ലോട്ട്സ് ഓഫ് ലീവ്സ് ബട്ട് ദേ ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ് ഇൻ വിന്റർ. കണ്ടോ, ഹോട്ടാണ് എന്നാൽ ഡാമാണ്, വെറ്റവും ഉള്ള പ്രദേശമാണ്. അവര് ഇലകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഇലകൾ കൊഴിക്കുകയും ചെയ്യില്ല. പക്ഷെ പ്ലെയിൻസിലുള്ളത്, പ്ലെയിൻ ഏരിയയിലുള്ളത് അവർക്ക് ഇഷ്ടംപോലെ ഇല ഉണ്ടാവും, പക്ഷെ അവര് വിന്റർ സീസൺ ആകുമ്പോൾ ഇല കൊഴിക്കും. എന്തിനാണെന്നാൽ കണ്ടുപിടിക്കാനായിട്ട് ടീച്ചർ പറഞ്ഞു. ഇനി ഇവിടെയുള്ള ഹോട്ട് ആൻഡ് ഡാംപ് ഏരിയാസില് ട്രീസ് ഹാവ് ലോട്ട് ഓഫ് ലീവ്സ് ബട്ട് ദേ ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ് ഇൻ വിന്റർ. ദേ റിമെയിൻ എവർഗ്രീൻ. എപ്പോഴും നല്ല പച്ച പിടിച്ച് അവർ നിൽക്കും. ഇങ്ങനെ ഇലയെല്ലാം പോയി ഉണങ്ങിയ കമ്പ് പോലെ ഒന്നും അല്ല അവർ നിൽക്കുന്നത്. നമ്മുടെ പരിസരത്ത് ഇത് രണ്ടുമുണ്ട്, കണ്ടുപിടിക്കണം കേട്ടോ. Some plants that grow in such places are teak, coconut, pepper, rubber, tea, coffee, sugarcane, rice, cotton. അവർ ചില എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? ആവണി മഹേഷ് മോളെ വീഡിയോ ഓൺ ചെയ്തേ. ഗുഡ്. But the example for some plants that grow on such places are teak, coconut, pepper, rubber, tea, coffee, sugarcane, rice and cotton. കോട്ടൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോട്ടൺ ചെടി മക്കൾ കണ്ടിട്ടുണ്ടോ? കോട്ടൺ ചെടി സാധാരണ നമ്മുടെ ഇവിടെ കാണാൻ പാടില്ല. പരുത്തിച്ചെടിക്ക് കറുത്ത മണ്ണ്, നല്ല മണ്ണ് വേണം. അതിന് പ്രത്യേകത. ടീ ഒക്കെ ആസാമിലൊക്കെ ആണ് സാധാരണ നമ്മുടെ ഇവിടെ ഉള്ള. വളരില്ല എന്നല്ല, നല്ല രീതിയിലുള്ളത്. കോഫിയും കോക്കനട്ടും പെപ്പറും റബ്ബറും ഒക്കെ നമുക്കിവിടെ സ്വാഭാവികമല്ല. നമ്മുടെ ചുറ്റും തന്നെ അല്ലേ, നമ്മുടെ സ്കൂളിന്റെ ചുറ്റും നല്ല ഇഷ്ടംപോലെ റബ്ബർ മരം ഉണ്ടല്ലേ. റബ്ബർ തോട്ടത്തിലല്ലേ നമ്മുടെ സ്കൂളിൽ നിൽക്കുന്നത് അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് വൺ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. അതിൽ 1 ഹില്ലി ഏരിയാസ് ആണ്, 2 പ്ലെയിൻസ് ആണ്, 3 ഹോട്ട് ആൻഡ് ഡാംപ് ഏരിയാസ് ആണ്. ഇപ്പൊ 3 സ്ഥലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇൻ ഡിസേർട്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഡിസേർട്ട് ഒക്കെ അല്ലേ. മോസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ വിത്തൗട്ട് ലീവ്സ്. ഇലയില്ലാത്ത. നിഹാര എന്താ മോളെ അടങ്ങിയിരുന്നേ? മോളെ എങ്ങോട്ടാ പോന്നേ? നിഹാര മോളെ അടങ്ങിയിരുന്നേ ക്ലാസ്സില്? നേരെ ഇരിക്കും, സ്ട്രൈറ്റ് ഇരിക്കേ. മൊബൈൽ ഒരു സ്ഥലത്ത്, മൊബൈലാണോ ലാപ്ടോപ്പാണോ ഒരു സ്ഥലത്ത് അടക്കിയിരിക്കുക കേട്ടോ, എന്നിട്ട് കാണുക. ഇൻ ഡിസേർട്സ് മോസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ വിത്തൗട്ട് ലീവ്സ്. ഇലയില്ലാതാണ് അവര് വളരുക. കാക്ടസ് ഈസ് വൺ സച്ച് പ്ലാന്റ്. ഓൾറെഡി നമ്മൾ പഠിച്ചല്ലേ. ഡിസേർട്സ് പ്ലാന്റ്സ് ഹാവ് സ്പൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. ഇനി അടുത്ത അവരുടെ പ്രത്യേകത എന്താണ്? ഹില്ലി ഏരിയാസിൽ നമ്മൾ പറഞ്ഞു നീഡിൽ ലൈക്ക് ലീവ്സ് ആണ്. എന്താണ്? നീഡിൽ ലൈക്ക് ലീവ്സ് ആണ്. ഷഹുമ ഇവിടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ. അവിടെ ആരും സംസാരിക്കുന്നത് ഇടയ്ക്ക്? ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് സ്പൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. ഇലയ്ക്ക് പകരം മുള്ളുകളാണ് അവർക്കുള്ളത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഹൗ ഡു ദീസ് പ്ലാന്റ്സ് മേക്ക് ഫുഡ് ഇൻ ആബ്സെൻസ് ഓഫ് ലീവ്സ്? ഹൗ ഡു ദീസ് പ്ലാന്റ്സ് മേക്ക് ഫുഡ് ഇൻ ആബ്സെൻസ് ഓഫ് ലീഫ്? ഇലകളില്ലാതെ എങ്ങനെയാണ് ഇവരെ ഭക്ഷണം ഉണ്ടാക്കുന്നത്?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടോ അലൻ മാത്യു? അലൻ മാത്യുവിന് ഓർമ്മയുണ്ടോ? എന്താ അലൻ മാത്യുവിന് ഓർമ്മയുള്ളത്? ഹൗ ഡു ദീസ് പ്ലാന്റ്സ് മേക്ക് ഫുഡ് ഇൻ ആബ്സെൻസ് ഓഫ് ലീഫ്? ഇലകളില്ലാതെ എങ്ങനെയാണ്? നിഹാര, ലേറ്റ് ആയിട്ട് കയറുന്നവരും പ്രസന്റ് അടിക്കണേ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹാജറി കിട്ടില്ല കേട്ടല്ലോ. ലേറ്റ് ആയിട്ട് കയറുന്നവരും ഇടയ്ക്ക് പ്രസന്റ് ചാറ്റ് ബോക്സിൽ കയറി പ്രസന്റ് ടൈപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാജറി കിട്ടില്ല. ഓക്കെ. ഇൻ desert most plants grow without leaves. Cactus is one such plant. Desert plants have spines instead of leaves. Spines prevent the loss of water. അതായത് ഇലകൾ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റൊമാറ്റ ഉണ്ടാവും. സ്റ്റൊമാറ്റ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ വാട്ടർ എസ്കേപ്പ് ആയി ഇപ്പോൾ ഇവാപ്പറേറ്റ് ആയി പോകും അല്ലേ. അപ്പൊ അങ്ങനെ അതിൽ നിന്നും ചെടിയെ രക്ഷിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മരുഭൂമിയിലെ ചെടികൾക്ക് കുറച്ച് വെള്ളം കിട്ടുന്നത്. അത് ഇലയിലെ സ്റ്റൊമാറ്റയിലൂടെ. ഹസന ഷെറിൻ, ഓക്കെ അല്ലെ? ഞാൻ പറഞ്ഞു ലേറ്റ് ആയിട്ട് കയറുന്ന കുട്ടികളെ കാണുന്നുണ്ട്, അവര് പ്രസന്റ് അടിക്കണം ചാറ്റ് ബോക്സിൽ, ഇല്ലെങ്കിൽ ഹാജരുണ്ടാവില്ല. ഗുഡ്. സ്പൈൻസ് പ്രിവെന്റ് ലോസ് ഓഫ് വാട്ടർ. അപ്പൊ ഇലകളില്ലാതെ പകരം മുള്ളുകളാണെങ്കിൽ ഇലയിലൂടെ ഈ ചെടികൾക്ക് നഷ്ടമാകുന്ന വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മുള്ളുകൾക്ക് സ്റ്റൊമാറ്റ ഇല്ലല്ലോ, ലീവ്സിന്റെ അടിയിലല്ലേ ഈ സ്റ്റൊമാറ്റ കാണുന്നേ. അപ്പൊ സ്റ്റൊമാറ്റയിലൂടെ വെള്ളം പോകുന്നത്, ഇവാപ്പറേറ്റ് ആയി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് മരുഭൂമിയിലെ. ജോമലാൻ ജോയൽ, എന്താ മോനെ ക്യാമറ മറച്ചു വെച്ചിരിക്കുന്നേ? The green fleshy stem of such plants contain chlorophyll and makes food. It also stores water. കണ്ടോ, നമ്മുടെ ഇവിടേക്ക് ഇപ്പൊ നമ്മളൊക്കെ വീടുകളിൽ ചട്ടികളിലെ കള്ളിമുൾ ചെടികൾ വളർത്താൻ തുടങ്ങിയിട്ടില്ലേ? ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ചെടികള്. അതിന് ഇപ്പൊ ചെറിയ തരത്തിലുള്ള ഇലകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും സാധാരണ ചെടികൾക്കുള്ള അത്ര ഇല അതിനില്ല. കൂടാതെ അതെപ്പോഴും മുള്ളുണ്ടാവും അതിൻ്റെ അകത്ത്. ഓക്കെ. അതുപോലെ അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ഇവിടെ ഫ്രഷി ആയിരിക്കും. നമ്മളുടെ വീട്ടിലൊക്കെ ഈ കറ്റാർ വാഴ എന്ന് പറയുന്ന സാധനം തന്നെ എടുത്ത് നോക്കിക്കേ, അതിൻ്റെ ലീഫ് അല്ല തടിച്ച് അതൊന്ന് പൊളന്ന് നോക്കിയാൽ നല്ല ഫ്രഷ് കാണാൻ പറ്റും അല്ലേ? അതുപോലെ ഈ കാറ്റസ് പ്ലാന്റിന്റെ ആയാലും നല്ല ഫ്രഷ് ആയിരിക്കും. കാരണം ഇതിന്റെ ഉള്ളിലാണ്. അലൻ മാത്യുവിനെ കാണുന്നില്ല കേട്ടോ, ചോറിനാൻ പോയോ വിശന്നിട്ട്? അലൻ മാത്യു ദിലീപേ എവിടെ പോയി? ക്യാമറ ഓൺ ആണ്. പക്ഷെ ആൾക്ക് വിശന്നാടോ അലനെ? ഇടയ്ക്കൊന്ന് മുങ്ങിയത് അലൻ മാത്യു. ഓക്കെ ടീച്ചർ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാം കേട്ടോ. Make friends of leaves. The green fleshy stem of such plants contain chlorophyll and make food. It also stores water. In marshy areas, ചതുപ്പ് നിലങ്ങളിൽ, the soil is sticky and clayey. അതായത് ഈ ചതുപ്പ് നിലം അതൊക്കെ പറയുന്നില്ല, ചെളിമണ്ണ് നിറഞ്ഞ സ്ഥലം, അതാണ് in marshy areas. The soil is sticky and clayey. സോയിൽ എന്ന് പറഞ്ഞാൽ നല്ല കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നതായിരിക്കും. വെള്ളം ഉണ്ടാവും, എന്നാൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നതായിരിക്കും. The plants that grow here are called mangroves. എന്താണ്? Mangroves. The roots do not get air as the soil is covered with water. So the roots grow out of the soil and water to breathe. Such roots are called breathing roots. കേട്ടിട്ടുണ്ടോ ബ്രീത്തിങ് റൂട്ട്സിനെ കുറിച്ച്? നമ്മൾ ഇവിടെ അടുത്ത നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ കാണുന്നില്ല, ഈ മാൻ വേഴ്സസ് വൈൽഡ് എന്നുള്ള പ്രോഗ്രാമിലൊക്കെ ഉണ്ട്. അതിന് ഈ മാർഷി ചെടികളെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതിന്റെ റൂട്ട് ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ. ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നിടത്ത് ഉണ്ട്. മാലൻ മാത്യു നേരെ ഇരിക്കും മോനെ. നമുക്ക് ഈ മാർഷി ഏരിയാസിൽ നമുക്ക് ആ ചെടിനെ പറയുന്ന പേരാണ് മാംഗ്രോവ്സ്. അവരുടെ റൂട്ടുകൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിക്കും. കാരണം അവിടുത്തെ മണ്ണ് ഈ ചെളിയും വെള്ളവും എല്ലാം കൂടി കിടക്കുന്നതുകൊണ്ട് അതിന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇൻ മാർഷി ഏരിയാസ് ദ സോയിൽ ഈസ് സ്റ്റിക്കി ആൻഡ് ക്ലേയി. ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഹിയർ ആർ കോൾഡ് മാംഗ്രോവ്സ്. Their roots do not get air as the soil is covered with water. So the roots grow out of the soil and water to breathe. Such roots are called breathing roots. ഇന്ന് ഇത്രയും മതി. ഇന്ന് നിങ്ങളുടെ ടീച്ചർ ഇന്ന് ഇത്രയും മതി തൽക്കാലം. നമുക്ക്
മിനി എന്താ പറയാനുള്ളത് ആർക്കാ? ആരാണ് കൈവർത്തി കാണിച്ചേ? ആ നിഹാര അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. മിസ്സേ എന്തോ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. ചെറുതായിട്ട് കേൾക്കുന്നുള്ളല്ലോ. ഓക്കെ ശരി. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കുറഞ്ഞു പോവുക. അതെന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ടായിരിക്കും കേട്ടോ മോളെ. മിനി ജൂലിയറ്റ് റോസ് ആൻജോ ജോസഫ് എന്ത് പറയുന്നു? ലേറ്റ് ആയിട്ടാണോ ആൻജോ ജോസഫ് കയറിയത്? ജോയലിന് എന്തോ സംശയം ഉണ്ടല്ലോ. ജോയൽ ജോസഫിന് എവിടെ പോയി? ജോയൽ ജോസഫ് ക്യാമറ ഓഫ് ചെയ്തു. ജൊഹാന ജോയൽ ജോസഫിന് എന്താ പ്രശ്നം? ഇനി റിലുവിനെ ഏത് കുഞ്ഞുവാവയാ ശല്യപ്പെടുത്തുന്നേ?